ഇപ്പം ഈ നാട്ടിലെ മുക്കിലും മൂലയിലും വരെ ദിലീപിൻ്റെ മുഖമാണ്. ഇത് നടൻ ദിലീപ് തന്നെ ബബ്ബയുടെ ടീസറിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ബബ്ബ എന്ന് പറഞ്ഞ സിനിമ റിലീസാവാൻ വേണ്ടി പോവാണ്. ദിലീപ് പറയുന്ന പോലെ ഇപ്പോൾ വാർത്തകൾ മുഴുവനും ദിലീപ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വാർത്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നടൻ ദിലീപിൻ്റെ ഒരു 30 വർഷം മുമ്പുള്ള ജീവിതം, അതായത് ദിലീപ് സിനിമയിലേക്ക് വന്നു തുടങ്ങിയ ആ ഒരു സമയത്തുള്ള ദിലീപിൻ്റെ അന്ന് ദിലീപ് ചെയ്ത കുറച്ച് സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് രസകരമായിട്ടുള്ള കഥകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ദിലീപ് മിമിക്രിയിലൂടെയാണ് ഈ മീഡിയയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ജയറാമിൻ്റെ റെഫറൻസ് വഴി കമലിൻ്റെ സഹസംവിധായകനായി. അന്ന് പൂക്കാലം വരവായി എന്ന് പറയുന്ന ജയറാം നായകനാവുന്ന കമൽ സിനിമയുടെ ലൊക്കേഷനിൽ ചെന്ന് കമലിനെ പരിചയപ്പെടുന്നതും ജയറാം വഴി പരിചയപ്പെടുന്നതും അങ്ങനെ അതിൻ്റെയൊക്കെ ശേഷമാണ് വിഷ്ണു ലോകം എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ദിലീപ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആദ്യമായിട്ട് ഒരു ക്ലാബ് ബോയ് ആയിട്ടാണ് അതിൽ ദിലീപിൻ്റെ ജീവിതം തുടങ്ങുന്നത്. 91 അത് കഴിഞ്ഞ് കമലിൻ്റെ തന്നെ ഉള്ളടക്കം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമായി. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ സ്ഥിരമായിട്ട് കമലിൻ്റെ ഒരു 4-5 വിശ്വസ്തർ അല്ലെങ്കിൽ കമലിൻ്റെ ഒരു സഹസംവിധായകരായിട്ട് കൂടെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് തന്നെ ദിലീപ് മാറി. അന്ന് ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറിയ വ്യക്തിയായിരുന്നു പിന്നീട് സംവിധായകനൊക്കെയായി മാറിയ ഇപ്പോഴും ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായ ലാൽ ജോസ്. അങ്ങനെ ലാൽ ജോസ് കമലിൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റ് സംവിധായകരുടെയും കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ദിലീപിൻ്റെ ഒരു അഭിനയമൊക്കെ ലാൽ ജോസിന് അന്നറിയാം. അങ്ങനെ കമൽ സാറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് അന്ന് ലാൽ ജോസ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പറയുന്നൊരു സിനിമ. അതിലാണ് ആദ്യമായിട്ട് ദിലീപ് മുഖം കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സിനിമ കാണുമ്പോൾ പറയാം, അതിൽ ആ ഒരു കോളേജിൽ ഒരു വില്ലൻ ക്യാരക്ടറുണ്ട്, ജെ ഡി ചക്രവർത്തിയാണ് ആ ക്യാരക്ടർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഗ്യാങ്ങിലുള്ള ഒരു 5-6 പേരിൽ ഒരാൾ. അപ്പോൾ അന്ന് മുതൽ ദിലീപിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പലവരും വായിച്ചറിഞ്ഞിട്ടും പലവരും പറഞ്ഞിട്ടൊക്കെ അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അതായത് ഒരു സീൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സീൻ അദ്ദേഹം എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്യും, അത് പണ്ട് മുതലേ അദ്ദേഹം ശീലിച്ചിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അത്ര ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പറയുന്ന ഒരു സിനിമയിൽ തുടങ്ങുന്ന സമയത്ത് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തൊന്നും അത്രയധികം ഡയലോഗുകളോ അല്ലെങ്കിൽ ഇത്ര ലെങ്ത്തുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് ഉള്ള റോളല്ലായിരുന്നു. പക്ഷെ ദിലീപ് അത് കുറച്ചൊക്കെ ഈ പറഞ്ഞ ലാൽ ജോസിനെ സോപ്പിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും ഇത് ദിലീപിൻ്റെതായ മിടുക്കൊണ്ടൊക്കെയാണ് എന്നോട് ഇഷ്ടം കൂടാൻ പോലെ ക്യാരക്ടർ കുറച്ച് വലുതാക്കിയിട്ടും ആ ക്യാരക്ടറിന് കുറച്ച് ഡയലോഗ്സൊക്കെ അങ്ങനെയൊക്കെ കൂട്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ദിലീപ് ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്. ആ സിനിമ അങ്ങനെ ഭയങ്കര ഹിറ്റൊന്നും അല്ലായിരുന്നു. പക്ഷേ ദിലീപിന് അന്ന് മിനി സ്ക്രീനിൽ ഈ കോമഡിയൊക്കെ ചെയ്യുന്ന മിമിക്രി കാസറ്റുകളിലൂടെയൊക്കെ ആളുകൾക്ക് ദിലീപിനെ അറിയാം. പക്ഷേ സിനിമയിലും കൂടി ഒന്ന് ദിലീപ് എന്താ പറയുക തുടക്കം കുറിക്കുന്നത് എന്നോട് ഇഷ്ടം കൂടാൻ പോലെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കമലിൻ്റെ ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമയിലും ദിലീപ് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ആ വർഷം 92 എന്ന് പറഞ്ഞ വർഷം തന്നെയാണ്. പക്ഷേ ആയുഷ്കാലത്തിൽ ദിലീപിനെ അങ്ങനെ മോൻ കാണിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ കാണുമ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ ഒരു പ്രേതങ്ങൾ വന്നിട്ട് ഈ സായികുമാറിനെ കൊണ്ടുപോകുന്നതൊക്കെ ഒരു സീനിട്ട് അതിലൊരു മുഖംമൂടിയല്ല, ഒരു വേറൊരു പ്രത്യേക ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അത്ര ക്ലിയർ ഒന്നുമല്ല. അതിലൊരു പ്രേതം ലാൽ ജോസും ഒരു പ്രേതം ദിലീപുമാണ്. അത് കഴിഞ്ഞ് പിന്നീട് 93 കഴിഞ്ഞ് 94 എന്ന് പറയുന്ന ഒരു വർഷം, ഇതാണ് ദിലീപിൻ്റെ ഒരു കരിയറിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആയ ഒരു വർഷമാണ്. അതിൽ ഒരു സിനിമ എന്ന് പറയുന്നത് സൈന്യം എന്ന് പറയുന്ന ഒരു സിനിമ. നമ്മളൊരുവിധം എല്ലാവരും ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സൈന്യത്തിനോടനുബന്ധിച്ചിട്ട് അതിന് മുമ്പ് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ പിടക്കോഴി കൂന്ന നൂറ്റാണ്ട് സൈന്യം കഴിഞ്ഞിട്ടാണ് ശരിക്കും. അതായത് സൈന്യമാണ് ദിലീപ് ആദ്യമായിട്ട് ഒരു ത്രൂ ഔട്ട് റോള് ശരിക്കും വരുന്നത്. അപ്പോൾ സൈന്യത്തെക്കുറിച്ചും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് സൈന്യം നമുക്ക് സിനിമയിൽ അറിയാം, അതിൽ മമ്മൂട്ടി മുകേഷും ഒക്കെ കൂടാതെ അവരുടെ ഒരു എന്താ പറയുക ഒരു നേവി അല്ല എയർഫോഴ്സിലെ കുറച്ച് സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് ഒരു ജൂനിയേഴ്സൊക്കെ ആയിട്ട് കുറേ പേരുണ്ട്. അതിൽ നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ വിക്രമുണ്ട്, ദിലീപുണ്ട്, അബിയുണ്ട്, പിന്നെ ഒരുപാട് പേരുണ്ട്. അന്ന് അബിയാണ് ശരിക്കും ദിലീപിനെക്കാട്ടും കുറച്ചും കൂടി ഒരു താരമൂല്യം മിമിക്രി രംഗത്തുള്ള. അതായത് മിമിക്രീനെ പണ്ട് ജയസൂര്യ വരെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം എ, മിമിക്രി എന്ന് പറഞ്ഞാൽ അത് ആദ്യം അബി, ഇങ്ങനെയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ KS പ്രസാദ് എന്ന് പറയുന്ന കലാഭവനിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തിയും പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ മിമിക്രി കാസറ്റ്സ് ഒക്കെ ചിലതിലേക്ക് എടുത്താൽ ഫസ്റ്റ് പേര് അബിയാണ്, പിന്നീടാണ് ബാക്കിയുള്ളവരുടെയൊക്കെ പേര്. അതിൽ 4-ാമത്തെ 5-ാമത്തെ പേര് ദിലീപിൻ്റെ പേരുള്ളൂ. അപ്പോൾ സൈന്യത്തിൽ അഭിനയിക്കാൻ വരുമ്പോഴും ദിലീപിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ദിലീപ് ആ ഒരു സിനിമയിൽ അതിൽ കൊക്ക് തോമ അങ്ങനെ എന്തോണ ഒരു ക്യാരക്ടറിൻ്റെ പേര് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും
ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് പോലും ദിലീപ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് സ്ക്രിപ്റ്റ് റൈറ്ററായ ഷിബു ചക്രവർത്തിയുടെ കൂടെ ഇരുന്ന്, അതായത് അദ്ദേഹം മോർണിംഗ് വാക്കിന് റൈറ്റർ മോർണിംഗ് വാക്കിന് ഇറങ്ങുമ്പോൾ ദിലീപും മോർണിംഗ് വാക്കിന് ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകും. എന്നിട്ട് അന്ന് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന സീൻ ഏതാണെന്ന് ചോദിക്കും. എന്നിട്ട് ദിലീപ് വന്ന് ദിലീപിൻ്റെ ക്യാരക്ടർ ഇംപ്രൂവൈസ് ചെയ്യും, കുറേ ഡയലോഗ്സ് ആഡ് ചെയ്യും. അങ്ങനെ ഒരു ഡെഡിക്കേഷനാണ്. അത് സ്ക്രിപ്റ്റിലുള്ളത് അതേപടി ചെയ്യാതെ ഇംപ്രൂവൈസ് ചെയ്തിട്ടാണ് ദിലീപിന് ആ ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലോട്ട് ആക്കി മാറ്റിയത്. അങ്ങനെയാണ് സൈന്യം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ശേഷമാണ് ദിലീപ് പിന്നീട് പിടക്കോഴി കൂന്ന നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴേ മനോജ് കെ ജയനാണ് നായകൻ, ഉർവശിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, ഉർവശിയാണ് ആ ഒരു എനിക്ക് തോന്നുന്നു എൻ്റെ കഥയും ഉർവശി തന്നെയാണോ എന്ന് എനിക്കിപ്പോൾ പറയാം. എന്നിട്ട് ഉർവശിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ആ ഒരു സിനിമ ചെയ്യുന്ന ഒരു സമയത്തും ഇതേപോലെ മനോജ് കെ ജയൻ്റെ ഗ്യാങ്ങിൽ ഇടവള ബാബു ഉൾപ്പെടെ കുറേ പേരുണ്ട്. അതിലൊരാളാണ് ദിലീപ്. മനോജ് കെ ജയൻ്റെ സുഹൃത്തുക്കളായിട്ട് കുറച്ച് പേര്, അതിലൊരു റോളാണ് ദിലീപ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അതിൻ്റെ സംവിധായകൻ വിജി തമ്മിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ സൈന്യത്തിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ടാണ് പിടക്കോഴി കൂന്ന നൂറ്റാണ്ടിൽ അഭിനയിക്കുന്നത്. സൈന്യം പക്ഷെ അന്ന് റിലീസായിട്ടില്ല. അപ്പോൾ പിന്നെ അന്ന് ഇടവള ബാബു പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ദിലീപിനെ കുറിച്ചൊക്കെ പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ആ സിനിമയിൽ ദിലീപ് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നൊക്കെ ദിലീപിന് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം വരുന്നത്. അതായത് ദിലീപിന് പേയ്മെൻറ്റ് പ്രോപ്പറായിട്ട് കൊടുത്തിരുന്നില്ല. പിന്നീട് അത് ചോദിച്ചിട്ടൊക്കെയാണ്, അതായത് അന്ന് വിജയ് തമ്പി തന്നെയാണ് അതൊക്കെ സംസാരിച്ച് റെഡിയാക്കി കുറച്ച് പേയ്മെൻറ്റൊക്കെ റെഡിയാക്കി കൊടുത്തത്. പിന്നെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് നിന്ന് ദിലീപിന് വിചാരിച്ച പോലെ കോസ്റ്റ്യൂമൊന്നും കൊടുത്തില്ല. അങ്ങനെ കുറേ, പക്ഷേ ഇതൊക്കെ പിന്നീട് മറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സൈന്യം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ സൈന്യത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം, ദിലീപ് തന്നെ തമാശ രൂപേണയാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത്. അന്ന് എവർഷൈൻ പ്രൊഡക്ഷൻസിൻ്റെ എവർഷൈൻ മണി എന്ന് പറയുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസർ, അദ്ദേഹമാണ് സൈന്യത്തിൽ ദിലീപിനെ പറഞ്ഞു, അതായത് ജോഷി സാറിൻ്റെ അടുത്തേക്ക് പറഞ്ഞിട്ടുണ്ട്, സംവിധായകൻ ജോഷിയുടെ അടുത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിലീപ് പറഞ്ഞ അന്ന് അബിയും നാദർശയും ഒരുമിച്ചാണ് പോയിട്ടുള്ളത്. പക്ഷേ ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പൊക്കവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അബിക്ക് കിട്ടി, നാദർശയ്ക്ക് കിട്ടിയില്ല. അപ്പോൾ ദിലീപ് എന്ത് ചെയ്തു, ഒറ്റയ്ക്കാണ് പോയത്. അങ്ങനെയാണ് ദിലീപിന്, കാരണം ദിലീപിന് ശരിക്കും പൊക്കമില്ല. ആ കൂട്ടത്തിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ദിലീപാണ്. അപ്പോൾ പൊക്കമില്ലാത്തതുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ പോകാതെ ഒറ്റയ്ക്ക് പോയിട്ട് എങ്ങനെയൊക്കെയോ അതിൻ്റെ റോള് മേടിച്ചെടുത്തതാണ്. അങ്ങനെ ഈ സിനിമകളൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് സുദിനം എന്ന് പറയുന്ന ഒരു സിനിമ ലാൽ ജോസ് ആയിരുന്നു അതിൻ്റെ അസോസിയേറ്റ്. അപ്പോൾ ആ ഒരു സിനിമയിൽ ശരിക്കും സിനിമ കണ്ടവർക്ക് അറിയാം, അതിൽ ജയറാമും മാധവിയും സുധീഷും ഒക്കെ പ്രധാന റോള് ചെയ്യണം. അപ്പോൾ അന്ന് സുധീഷ് മൺചത്രത്താഴ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ തിരക്കായിട്ട് ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഇതിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ റോളിൽ ദിലീപിന് കൊടുക്കാം എന്ന് ലാൽ ജോസ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന സമയത്ത് സുധീഷ് വന്നു. പക്ഷെ സുധീഷ് വന്നിട്ട് അതിൽ സുധീഷിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ക്യാരക്ടറിൽ ദിലീപിനെ ആ റോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഈ സുഹൃത്തുക്കളും ഇവരൊക്കെ തന്നെ സഹായിച്ചിട്ടുണ്ട്, ലാൽ ജോസൊക്കെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തുന്നത്. അപ്പോൾ മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞൊരു സിനിമ അന്ന് ഇതേപോലെ തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ അന്ന് മമ്മൂക്കയാണ് അതിൻ്റെ മാനത്തെ കൊട്ടാരത്തിൻ്റെ വൺ ഓഫ് ദി റൈറ്റേഴ്സായ അൻസാർ കലാഭവൻ മമ്മൂക്കയുടെ ഒരു സുഹൃത്താണ്. അൻസാർ കലാഭവന് മമ്മൂക്ക ഒക്കെ സജഷനൊക്കെ, അത് സൈന്യം കഴിഞ്ഞ ശേഷമാണ് മമ്മൂക്കൊക്കെ ദിലീപിലൊരു കോൺഫിഡൻസ് വന്നത്. അങ്ങനെ ഇവരൊക്കെ കൂടി റെഫർ ചെയ്തിട്ടാണ് മാനത്തെ കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ മാനത്തെ കൊട്ടാരത്തിലും ദിലീപും അന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഷിയാസും ഒക്കെ ആയിരുന്നു. പിന്നീട് ഷിയാസിനെ മാറിയിട്ടാണ് നാദർശ വരുന്നത്. പിന്നെ ഹരിസ് അശോകനുണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, നമുക്കറിയാം സുരേഷ് ഗോപി, ഖുഷ്ബു എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത്രയും ഈ സിനിമകളിലൂടെ വന്ന് മാനത്തെ കൊട്ടാരം കഴിഞ്ഞ ശേഷമാണ് പിന്നീട് നമുക്കറിയാം അതിനുശേഷം ഉണ്ടായ ദിലീപിൻ്റെ ഒരു വളർച്ച. അപ്പോൾ ആ ഒരു 94 ഒരു ഡിസംബറോട് കൂടിയാണ് മാനത്തെ കൊട്ടാരം റിലീസാകുന്നത്. ഇപ്പോൾ ഏകദേശം 31 വർഷമാറായി മാനത്തെ കൊട്ടാരം റിലീസാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മാനത്തെ കൊട്ടാരം, അതുപോലെ ബാബു ആൻ്റിയുടെ കമ്പോൾ എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നെ സുഹൃതം ആ ഒരു ക്രിസ്മസ് സീസൺ ആയിരുന്നു എന്നാണ് ഓർമ്മ. അങ്ങനെ കുറേ സിനിമകൾ ഇറങ്ങിയിരുന്നു. മാനത്തെ കൊട്ടാരം ഒന്ന് ഹിറ്റായി, ദിലീപിൻ്റെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടു, ദിലീപും ശ്രദ്ധിക്കപ്പെട്ടു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ 95 വർഷമൊക്കെ ആയപ്പോൾ ദിലീപിന് കുറച്ചും കൂടി നായകതുല്യമായിട്ടുള്ള കുറേ കൂടി സിനിമകളൊക്കെ കിട്ടി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡ് നമ്മളെ മുമ്പും ചെയ്തിട്ടുണ്ട്, ചില സിനിമകളെ കുറിച്ചൊക്കെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതാണ്, ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരു ദിലീപിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ഫീഡിലൊക്കെ ഇൻസ്റ്റ എടുത്താലും യൂട്യൂബ് എടുത്തു കഴിഞ്ഞാലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴൊക്കെ ദിലീപിനെ കുറിച്ചുള്ള പല റീൽസുകൾ, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അല്ലെങ്കിൽ ദിലീപിനെ കുറിച്ചുള്ള പല എക്സ്പീരിയൻസുകളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അങ്ങനെ ഞാൻ കണ്ട കുറച്ച് റീൽസിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യമാണ്. എന്തായാലും ഇനിയിപ്പോൾ ബബ്ബ റിലീസാവാൻ പോവുകയാണ്. സിനിമ നല്ലതാണെങ്കിൽ ആ സിനിമ എന്തായാലും ഓടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഇപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ വേറെ നമുക്കറിയാം. രാമലീല എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോൾ ദിലീപ് എത്ര മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോരുന്നത് നമുക്കറിയാം. ആ സിനിമ നല്ലതായിരുന്നു, സിനിമ വിജയിച്ചു. പിന്നീട് വന്ന ദിലീപിൻ്റെ പല സിനിമകളും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമയുടെയും കൂടി പ്രശ്നം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്തായാലും ഞാൻ ബബ്ബയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്ക് ആ ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം.